ഹായ് ഗൈസ്. അപ്പോൾ ടർബോ ഇനി 3 days ഒരു ഫൈറ്റിംഗ് ഉള്ളൊരു ആക്ഷൻ ട്രെയിലറായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ പോയി കാണാൻ പോണത് സിനിമ. അപ്പോൾ ഇത് പ്രതീക്ഷ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ് അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ റൈറ്റർ ഉണ്ട് മുജുൽ മാനുവൽ. പുള്ളി അങ്ങനെ തള്ളി മറിക്കാറില്ല. വൈശാഖ് ഇതിനു മുമ്പ് മോൺസ്റ്റർ സിനിമയിൽ തള്ളി മറിച്ചാണ്. പിന്നെ 73 വയസ്സുള്ള മമ്മൂട്ടി എന്താണ് കുറേ ട്രോള് പറഞ്ഞു. പുള്ളി പ്രസ് മീറ്റിൽ പുള്ളിക്കാരൻ പറഞ്ഞു അതൊക്കെ ഒരു ചലഞ്ചിങ് തന്നെയാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ബാക്കി സിനിമ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ ഈ പറഞ്ഞ കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നും നെഗറ്റീവ് വരാനിരിക്കുന്നതാണ്. അതായത് എനിക്കോ എടപ്പള്ളി വനിതാ തിയേറ്ററിലാണ്. കാരണം നമ്മൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സിനിമ വരാണ്ട് തന്നെ നെഗറ്റീവ് അടിക്കാൻ നോക്കി, പക്ഷെ അത് ഒത്തില്ല. നെഗറ്റീവ് കിട്ടിയില്ല. നെഗറ്റീവ് ഇതിന് ആരും അടിക്കൂല. കാരണം മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമകളൊക്കെ മികച്ചതാണ്. പിന്നെ ഈ എന്താ പറയുക, ഈ കുറേ പൊട്ടത്തരം വിളിച്ച് പറയാം. ഈ ജോലി ഇതില്ലാത്തവരാണ് ഈ പുറകിൽ റിവ്യൂ പറഞ്ഞ് നടക്കുന്നത്. ജോലിയും വേലയില്ലാത്തവരാണ് ഈ പറഞ്ഞ റിവ്യൂ. എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വിവരിക്കും. മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, പിന്നെ എന്താണ് സൂപ്പറായിട്ടുണ്ട്. ഇതാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ എന്താണ് കണ്ടൻറ്റ് അത് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തീർക്കില്ല. പിന്നെ പ്രച്ഛന്ന വേഷം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ പരിപാടികൾ. അപ്പം ഞാൻ അതിനായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി വന്നതല്ല. ടർബോൻ്റെ ട്രെയിലർ കണ്ടു, റിയാക്റ്റും ചെയ്യാത്തതാണ്. കാരണം സിനിമ വന്നിട്ട് അത് കണ്ടിട്ട് നമുക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്, കാരണം അത് നമുക്കൊരു പ്രതീക്ഷ തരാറുണ്ട്. ഇതിപ്പോൾ ഫുൾ ഫൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ റിയാക്റ്റും ചെയ്യാനത്. അപ്പോൾ ഇത് ഗമഗമ ആവാണ്ടിരിക്കട്ടെ.